ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിതൊക്കെ കുറെ കണ്ടിട്ടുള്ളത്. താൻ എന്ത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നേ? ആദ്യമായിട്ടല്ലേ സിനിമയിൽ അഭിനയിക്കുന്നേ? അവിടെ അടങ്ങി നിന്നാ മതി. താൻ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്ക്. താൻ എന്നെ പഠിപ്പിക്കണ്ട. സർ, ശ്യാമമ്മയുടെ എന്റെ പേര് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇതിലും വലിയ ഭാഗ്യം എന്താ കുട്ടി വരാനുള്ളത്? ഇനി വേറെന്താ ആലോചിക്കാനുള്ളത്? കലാലോകത്തെ ഒരു പ്രത്യേകത അതാണ് രാധിക. നമുക്ക് മുമ്പിലൂടെ ബസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കും. അതിലൊന്നാണ് നമ്മുടെ ബസ്. അത് കൃത്യസമയത്ത് നമ്മുടെ മുമ്പിൽ വന്ന് ചവിട്ടി നിർത്തും. അത് മിസ് ചെയ്യരുത്. ഞാനിപ്പോ വരാം സർ. എന്റെ മാഡം ഉണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശ്രമോ മോശം പിടിച്ചവള്. എന്താ മോളെ കാര്യം? അതിപ്പോ എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല. ശ്യാമ മാഡം ഇല്ലേ? ശ്യാമ മാഡം ഈ പടത്തിൽ ഒരു പാട്ട് പാടാൻ വേണ്ടി എന്നെ കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞെന്ന്. അതെയോ? അതെ, ഇന്ന് തന്നെ റെക്കോർഡിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്. മോള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ അനുഗ്രഹം ഇത്. അതെ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവോ ശ്യാമ മാഡം. അവിടുത്തെ അനുഗ്രഹം തന്നെയാ. എല്ലാം നന്നായി തന്നെ നടക്കും മോളെ. നിങ്ങൾ എന്നാ തിരിച്ചു പൊക്കോട്ടെ. ഒരു നിമിഷം. എന്താ? എന്റെ എല്ലാ അനുഗ്രഹവും എപ്പോഴും മോളുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ട് ചെല്ലുമോളെ, ഇത് നിന്റെ ഭാവിയാ. ഞാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്റെ മോളെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കണേന്ന്. എന്താ ഈ കാണിക്കുന്നേ? സർ, കൈ അവിടെ ജസ്റ്റ് വെച്ചാൽ മതി എന്നല്ലേ പറഞ്ഞേ? ഇയാള് ചുമ്മാ. സാർ, ഞാൻ കൈയൊന്ന് ജസ്റ്റ് വെച്ചതേ ഉള്ളൂ സാർ. ഇയാൾ ചുമ്മാ പറയാ. ഞാൻ ചുമ്മാ പറയേണ്ട കാര്യം എന്താ? ഓക്കെ, തർക്കം വേണ്ട. ജിത്തേ, ജസ്റ്റ് ഒരു ടച്ച് മാത്രം മതി. ഓക്കെ സാർ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. എന്താ പ്രിയങ്ക? സർ, എന്റെ സജഷൻ ഷോട്ടല്ലേ എടുക്കുന്നത്. എന്റെ റിയാക്ഷനല്ലേ വരേണ്ടത്. അതിന് ഇയാൾ നിന്ന് ചിരിക്കുക. സാർ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്.
നിങ്ങളുടെ സീരിയസ്നെസിന്റെ കാര്യമൊന്നും പറയണ്ട. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റിന് എന്തെങ്കിലും തെറ്റ് വന്നാലല്ലേ തന്നെ കുറിച്ച് എല്ലാരും നല്ലത് പറയും. ഞാനിതൊക്കെ കുറെ കണ്ടിട്ടുള്ളത്. താൻ എന്ത് കണ്ടിട്ടുണ്ടോന്ന് പറയുന്നേ? ആദ്യമായിട്ടല്ലേ സിനിമയിൽ അഭിനയിക്കുന്നേ? അവിടെ അടങ്ങി നിന്നാ മതി. താൻ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്ക്. താൻ എന്നെ പഠിപ്പിക്കണ്ട. പ്രിയങ്ക, stop it. ഈ സീൻ എടുക്കാൻ തുടങ്ങിയപ്പോ മുതല് പ്രിയങ്ക ബിഹേവ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാ. സർ, എനിക്ക് ആർട്ടിസ്റ്റിനെ ബഹുമാനിക്കാൻ അറിയാം. പക്ഷെ അതേ ബഹുമാനം ആർട്ടിസ്റ്റിൽ നിന്ന് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വൃത്തിയായിട്ട് പ്രതികരിക്കാനും എനിക്കറിയാം. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിച്ച തന്നെ വെച്ച് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആലോചിക്കേണ്ടി വരും. ഇവിടെ എന്തിനു ചെന്നാലും അവസാനം സ്കോർ ചെയ്യുന്നത് അവളാ. അവസാനിപ്പിക്കാന്ന് കരുതി കൊണ്ടുവന്നിട്ട് അവളിപ്പം എന്നിലും വലിയ ആളാവുക. വരുണിനെ എസ്റ്റേറ്റിൽ അയക്കാൻ ഒരു തീരുമാനം ഏട്ടത്തിയെടുത്തത് വളരെ നല്ല കാര്യം തന്നെയാ. ഇത്രയും ദിവസം രാധിയെ കാണാതിരിക്കുമ്പോഴേ അവന്റെ മനസ്സിനൊരു മാറ്റം വരുമായിരിക്കും. അവനവളെ മറക്കാൻ വേണ്ടിയാണ് ഞാൻ നിർബന്ധിച്ചത്. പക്ഷേ ഈ പ്രണയത്തിനൊരു കുഴപ്പമുണ്ടല്ലോ ഏട്ടത്തി. ഏട്ടത്തി കേട്ടിട്ടില്ലേ? 12 കാലം ജയിലിൽ കിടന്നിട്ടും 1000 മൈലുകൾ സഞ്ചരിച്ച് പ്രേമിച്ച ആളിനെ കാണാൻ പോയിന്ന കാര്യമൊക്കെ. വരുൺ തിരിച്ചെത്തിയാലും വീണ്ടും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുക. വരുൺ തിരിച്ചെത്തുന്നതിന് മുൻപ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ നല്ലൊരു വഴി പറഞ്ഞു തരട്ടെ. എന്താ? നാളെ നമ്മൾ നേരെ ദേവനാരായണ തിരുമേനിയെ കാണാൻ പോകും. ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊക്കെ നേരെ മുഖത്ത് നോക്കി അങ്ങോട്ട് പറയുന്നു. എന്നിട്ട് പ്രിയങ്കയ്ക്ക് കണിമംഗലത്തെ മരുമകളായി ജീവിക്കണമെങ്കിൽ രാധിക ഈ നാട്ടിൽ നിന്ന് പോയേ പറ്റൂന്ന് നമ്മൾ പറയുന്നു. ഇത്രയും വലിയൊരു നാണക്കേടും വെച്ച് ആ മനുഷ്യൻ ഈ നാട്ടിൽ നടക്കുവോ?